ഇതാ നല്ല കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഔഷധ ഗുണമുള്ള സാധനമാണ്. തോരൻ വെക്കാം. ഒരു കൂമ്പും തോരൻ വയ്ക്കുന്നില്ല. ആ അതെന്താ? ഇവിടെ വൃത്തിയില്ലാതുള്ള ആഹാരം വയ്പ് നിർത്തി. അണ്ണാ നിങ്ങൾ കാര്യം എന്തൊന്നും തെളിച്ചു പറ. നമ്മളെ ലക്ഷ്മി കുഞ്ഞെ വന്നെൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ വയ്ക്കുന്ന ആഹാരത്തിന് വൃത്തിയില്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ കൊച്ചമ്മയ്ക്ക് അസുഖം ഉണ്ടാകുന്നത്, പിങ്കിമോക്ക് അസുഖം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പണി അങ്ങ് നിർത്തി. അണ്ണാ അത് അപ്പ അവളുടെ വായിൽ വന്നത് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അതൊക്കെ എന്തിനിങ്ങനെ എടുത്തു വെക്കണത്? അത് കൊള്ളാം. അപ്പൊ എന്തും അങ്ങ് പറയാന്നല്ലേ നമ്മൾ ഒരു വേലക്കാരനായതുകൊണ്ട് എന്തും അങ്ങ് പറയാന്നുള്ളത്. എന്റെ പ്രൊഫഷനാണ് പറഞ്ഞത്. പ്രൊഫഷനെ അറിയാമോ? എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഒരു കവിയാണ്. അതെന്ത് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ഐ ഫീൽ നോ കുക്ക്. അത് വിട് അണ്ണാ, ആ കാര്യം കളാ. ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം. ഇപ്പൊ ഇത് കൊണ്ടുപോയി. ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു വക ഉണ്ടാക്കുന്നില്ല. തവി, കത്തി, എല്ലാ സാധനങ്ങളും ഞാൻ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഉപകരണങ്ങളെയാണ് കുറ്റം പറഞ്ഞത്, അറിയാമോ? അത് വിടണ്ണേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കാം. ഇനി ഇങ്ങനെ അവളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പോരെ? അതുകൊണ്ട് ഞാൻ സംസാരിച്ചെല്ലാം സെറ്റിൽ ചെയ്ത് തരാം. എന്നിട്ട് അണ്ണ ഇപ്പൊ ഇത് വൈകി. ഞാൻ വയ്ക്കുന്നില്ല. ഇനി ഈ കൂമ്പ് തോരൻ വെച്ചിട്ട് വേണം ഇതിനെ പറ്റി കുറ്റം പറയാൻ. പറമ്പിൽ കിടന്ന് യാതോ കൂമ്പോട്ടാക്കി വന്നേക്കുന്നു. മുത്തോണം പോയാ? പോയി. നീ എന്തോന്നാ പാവ മനുഷ്യനെ പറഞ്ഞത്? ഞാന് അടുക്കളയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇടി അതല്ല, അയാൾ കറക്റ്റ് ആയിട്ടല്ലേ ചെയ്തോണ്ടിരിക്കണം. എത്ര വർഷമായിട്ട് നിൽക്കണ മനുഷ്യൻ. ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. ഓ, വലിയൊരു ഹൈജീനിക് കാര്യം വന്നിരിക്കണം. നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയി തോരൻ ഉണ്ടാക്കും. ഇനി അയാൾ ഒരു വക വയ്ക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശോഭേട്ടാ, അവിടെ ഇല്ലല്ല. ആരറിഞ്ഞു? നമ്മുടെ അടുക്ക് എന്തെങ്കിലും പറയോ? വരുന്ന പോകുന്നു. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ മമ്മി. എന്തോന്ന് മക്കളെ ഇത്ര അത്യാവശ്യം? എന്തോന്ന് അത്യാവശ്യം? എന്തോന്ന്? രമണി വന്നിട്ടുണ്ട്. പ്രതീഷിന്റെ ആഗ്രഹപ്രകാരം ഇന്ന് അവളെ പൊക്കാം. എന്റെ മോളെ കൊലക്കൂടുകൂടാ. ചെറിയ കൊച്ചനല്ലേന്ന് വിചാരിച്ച് നിങ്ങൾക്ക് രമണി ആരെന്ന് അറിയാമോ? പെണ്ണുപിള്ളേ നീ കൊണ്ടുനടക്കുന്നവന്മാരെ ഞാൻ അറിയണ എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കില്ല കേട്ടാ. ആ രമണിയുടെ ഇരിക്കുകയാണ് ഇവിടുത്തെ പ്രതീഷിന്റെ പാസ്പോർട്ട്. അത് മേടിക്കാനായിട്ട് ഞാനും അവനും കൂടെ തേരപ്പാര തുടങ്ങാൻ നടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇന്ന് അവളെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. വെറുതെ നേരത്തെ പറയണ്ടേ? ഞാൻ എങ്ങനെ അറിയും മക്കളെ? എവന്റെ പാസ്പോർട്ട് എങ്ങനെയാണ് അവളുടെ അടുത്ത് ചെന്നത്? അത് ആ മുത്തോണ്ണനെ കൊണ്ട് ഇട്ടതാണ്. മുത്തുവാ? മുത്തു എങ്ങനെയാണ് എവന്റെ പാസ്പോർട്ട് എടുത്ത് അവളുടെ കൈ കൊടുത്തത്? അത് ഞാൻ അന്വേഷിച്ചിട്ട് വന്ന് പണയാം. അവര് തമ്മിൽ എന്തൊക്കെയാ കണക്ഷനാണ് അത്. എന്തോന്ന് മാമി, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പിന്നെ ഞാൻ അന്വേഷിക്കണ്ടേ? പ്രതീക്ഷിനെ ഇപ്പം എവിടെ ചെന്ന് നോക്കിയാ കിട്ടും? അത് പറ. ഓ, നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ല്, ഓഫീസിലോ? വാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. മക്കള് പോണാ? ചായ ഒന്നും കുടിക്കാൻ സമയമില്ല. ഓ, അത് കുഴപ്പമില്ല. നോക്കിയാണ് 3 തേങ്ങ കിടക്കുന്നടാ, ഒന്ന് പൊതിച്ചു തന്നിട്ട് പോയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടപ്പം കൂലിപ്പണിക്കാരനെ കണക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടേ. ബ്രാൻഡഡ് ഷർട്ട് പെണ്ണുമ്പുള്ളത് അടിച്ചതും പോരാ, ഇനി തേങ്ങ തോന്നിച്ചു തരാം. അപ്പൊ പോടുന്നു. നീ നടന്നു പോകുമ്പോഴേ ഈ ഷർട്ടിൽ കാക്ക നൂറിയ നീ എന്തോ ചെയ്യും? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.